വിവാഹ സമയത്ത് പുരുഷൻ തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ സീമന്തത്തിലകൻ ചാർത്തി കൊടുക്കാറുണ്ട്. എന്തിനാണ് സീമന്തത്തിലകൻ ചാർത്തുന്നത്? അതിനുശേഷം സ്ത്രീകൾ ഇത് നിരന്തരം അനുവർത്തിക്കാറുമുണ്ട് ദൈനംദിന ജീവിതത്തിൽ. എന്തിനാണ് ഈ സീമന്തത്തിലകൻ ചാർത്തുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭർതൃമതിയായ ഒരു സ്ത്രീ പറയും ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനാണ്. അതിനപ്പുറത്ത് പറയാൻ പലപ്പോഴും ഇവർക്ക് കഴിയാറില്ല. കാരണം അത് അറിഞ്ഞുകൂടാത്തതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ സീമന്ത തിലകൻ ചാർത്തുന്നതിൻ്റെ രഹസ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സീമന്തം എന്താണ്? സീമന്തം എന്ന വാക്കിൻ്റെ അർത്ഥം, ഒന്ന്, ഈ വിവാഹം രണ്ട് തലത്തിലാണ് നമ്മെ ബോധിപ്പിക്കുന്നത്. ഒന്ന് ആധ്യാത്മികവും രണ്ട് ഭൗതികവുമായി. സീമന്തത്തിലകത്തിൻ്റെ രഹസ്യമാണ് പറയുന്നത്. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, സീമന്തം, സീമ എന്ന് പറഞ്ഞാൽ പരിധി, അതിർത്തി എന്നൊക്കെ സാരം. എന്തിൻ്റെ പരിധി? നമുക്ക് ഭൗതിക ദൃഷ്ട്യാ നമുക്കൊന്ന് നോക്കാം. ഭർതൃമതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി ലംഘിക്കാൻ പാടില്ല എന്ന് സാരം. അതേസമയം വിവാഹപൂർവം എങ്ങനെയാണ് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ വിവാഹശേഷം ആ പരിധി ആ സ്ത്രീ ധർമ്മപത്നി ലംഘിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മൂർധാവ് എന്നൊരു സ്ഥലമുണ്ട്. ഇതിന് പറയുന്ന ആധ്യാത്മിക ദൃഷ്ടിയ സഹസ്രാര പത്മം എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ജീവാത്മസ്വരൂപം കുടികൊള്ളുന്നത് മൂലാധാര ചക്രത്തിൽ കുണ്ഡലിനി എന്ന ശക്തിയിലാണ്. അതുപോലെ നമ്മുടെ മൂർധാവിലാണ് പരമാത്മസ്വരൂപം കുടികൊള്ളുന്നതും. അതിന് സഹസ്രാര പത്മം എന്നാണ് പറയുന്നത്. ഈ സഹസ്രാര പത്മത്തിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. 4 വിരൽ മുമ്പോട്ടളന്നാൽ കിട്ടുന്ന സ്ഥലമാണ് സഹസ്രാര പത്മത്തിൻ്റെ സീമന്തം. ഇവിടെ ഈ കുങ്കുമം ചാർത്തുന്നതിലൂടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വിവാഹത്തോടനുബന്ധമായി സഹസ്രാര പത്മത്തിൽ എന്താണ്? ശിവശക്തി സംയോഗം നടന്നു കഴിഞ്ഞിരിക്കുന്നു. 2. ഭൗതിക ദൃഷ്ടി നോക്കിയാൽ ഒരു പുരുഷനാൽ തൻ്റെ കന്യകാത്വം ഭേദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ധർമ്മപത്നി സീമന്ത തിലകൻ ചാർത്തുന്നത്. ഈ രഹസ്യം എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ രഹസ്യം എല്ലാവരിലും എത്തിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്തേ.